മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ പോയതോടെ ഡ്രൈവിംഗ് ടെസ്റ്റ് തടസ്സപ്പെട്ടു. തിരുവനന്തപുരം മുട്ടത്തറയിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് തടസ്സപ്പെട്ടത്. ആളില്ലെന്ന് പറഞ്ഞ് മന്ത്രി നിർത്തിവെച്ച മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ആണ് ഇന്ന് നടക്കുന്നത്. സർക്കാർ പരിപാടികളിൽ സർക്കാർ ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ പോകുന്നത് വിവാദമാകുന്ന പശ്ചാത്തലമുണ്ട്. ഇതിനു മുമ്പും ഇത്തരത്തിൽ ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ പോയിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് തടസ്സപ്പെട്ടത്. തിരുവനന്തപുരം മുട്ടത്തറയിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് തടസ്സപ്പെട്ടത്. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, മന്ത്രിയുടെ എന്തു പരിപാടിയായിരുന്നു? ഏത് സാഹചര്യത്തിലാണ് ഈ ഉദ്യോഗസ്ഥർ ഈ പരിപാടിക്ക് പൂർണ്ണമായും പോകേണ്ടി വരുന്നത്? അഭിലാഷെ, മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ആണ്. പേരൂർക്കട KSRTC ഡിപ്പോയിലാണ് ഫ്ളാഗ് ഓഫ് നടക്കുന്നത്. ഇതിൽ ഒരു പശ്ചാത്തലമുള്ളത്, കഴിഞ്ഞ ആഴ്ച ഈ ഒരു പരിപാടി കനകക്കുന്ന് കൊട്ടാര വളപ്പിൽ സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു. അന്ന് മന്ത്രി വരുമ്പോൾ അവിടെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഓഫീസിലെ സ്റ്റാഫുകളും പാർട്ടിക്കാരും അതുപോലെ തന്നെ അവിടെ മോട്ടോർ വാഹന വകുപ്പിലെ കുറച്ച് ജീവനക്കാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് മന്ത്രി വലിയ രീതിയിൽ അവിടെ പ്രകോപിതനായി. ഇങ്ങനെയാണോ പരിപാടി നടത്തേണ്ടത്? എത്ര വലിയൊരു പരിപാടി ഇങ്ങനെയാണോ നടത്തേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി അവിടെ നിന്ന് ഉദ്യോഗസ്ഥരെ ശാസിച്ചു. വീഴ്ച വരുന്നവർക്ക് നടപടിയെടുക്കുമെന്നൊക്കെ പറഞ്ഞ് മാറ്റിവെച്ച പരിപാടിയാണ്. പരിപാടി റദ്ദു ചെയ്യുന്നു. അന്ന് VK പ്രശാന്ത് MLA അടക്കം ആ വേദിയിലുണ്ടായിരുന്നു. പക്ഷേ ആ പരിപാടി റദ്ദു ചെയ്യുകയാണ്. ഇത് ആളെ കൂട്ടി പിന്നീട് നടത്താൻ മന്ത്രി നിർദ്ദേശം നൽകി. അങ്ങനെ ആളെ കൂട്ടുകയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ. അങ്ങനെ ആളെ കൂട്ടി ഇപ്പോൾ പേരൂർക്കടയിൽ ഈ പരിപാടി നടക്കുന്നുമുണ്ട്, കെങ്കേയമായി നടക്കുന്നുമുണ്ട്. പക്ഷേ അപ്പോഴാണ് ഇങ്ങനെ ഈ മുട്ടത്തറയിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ ടെസ്റ്റ് നടക്കുന്ന, അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിൽ ആളുകൾ ബുദ്ധിമുട്ടുന്നത്. നിരവധി പേർ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം. ഈ ടെസ്റ്റ് വന്ന ആളുകൾ, ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളൊക്കെ കാണാം. നിരവധി വാഹനങ്ങൾ ഇവിടെ കാത്തു കിടക്കുന്നു. ഇതിന് കാരണം റോഡ് ടെസ്റ്റ് പകുതിയാക്കി, അതായത് 8 മെച്ചും ഒക്കെ എടുത്ത് പകുതിയാക്കിയ ശേഷം റോഡ് ടെസ്റ്റ് പിന്നീടാകാം എന്ന് പറഞ്ഞ് 10 കൂടി ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് കൂട്ടത്തോടെ പോവുകയായിരുന്നു. അവർ പോയത് മന്ത്രിയുടെ പരിപാടിയിൽ ആളെ കൂട്ടാനാണ്. ഇവിടെ നിന്ന് മാത്രമല്ല, KSRTCയുടെ തിരുവനന്തപുരം തമ്പാനൂർ ഡിപ്പോയിൽ നടക്കം വലിയ രീതിയിൽ ആളുകൾ അവിടേക്ക് പോയിട്ടുണ്ട്. ബസ്സിലൊക്കെ ആളുകളെ കൊണ്ടുവന്ന് ചെന്ന് ആ പരിപാടി കെങ്കേയമാക്കുകയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ്. മന്ത്രിക്ക് ഇപ്പോൾ ഒരു പരിധിവരെ സന്തോഷമായി കാണും. കാരണം വലിയ ആൾക്കൂട്ടത്തിന് നടുവിൽ ആ പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്യാൻ കഴിഞ്ഞുവെന്ന സന്തോഷം, ആത്മനിർവൃതി മന്ത്രിക്കുണ്ടാകാം. പക്ഷേ ഇങ്ങനെ ആളുകൾ ഇവിടെ ബുദ്ധിമുട്ട് വന്നു എന്നുള്ളതാണ് വസ്തുത. പലരും രാവിലെ 6 മണി മുതൽ വന്നവരുണ്ട്, 7 മണിക്ക് വന്നവരുണ്ട്. ഇവർ സമയം ഷെഡ്യൂൾ ചെയ്ത് നൽകിയാണ് അവരെ ഈ പരിപാടിയിലേക്ക്, ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുന്നത്. പലരും പഠിക്കുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, ഇത് കഴിഞ്ഞ് അതിന് പോകേണ്ട ആളുകളുണ്ട്, ദൂരസ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ ഇപ്പോൾ ബുദ്ധിമുട്ട്. അധികം വാഹനങ്ങൾ ഇവിടെ കാത്തു കിടക്കുന്നത് ഈ ഉദ്യോഗസ്ഥർ വരാൻ വേണ്ടിയിട്ടാണ്. 10 വരയ്ക്ക് അവർ പോകുമ്പോൾ ഞങ്ങൾ തിരിച്ചു വരും, വന്ന ശേഷം ബാക്കി ടെസ്റ്റ് എന്നൊരു നിർദ്ദേശം നൽകിയാണ്. എന്തായാലും തുടരുക. ആളില്ല എന്ന് പറഞ്ഞ് മന്ത്രി നിർത്തിവെച്ച മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ആണ് ഇന്ന് നടന്നത് എന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത്. അരുൺ, നമുക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. അതിനു മുമ്പ് അവിടെ നിന്നുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ ലഭ്യമായിരുന്നല്ലോ, അതൊന്ന് പ്രേക്ഷകരെ കേൾപ്പിച്ച ശേഷം അരുണിലേക്ക് എത്താം. ഇങ്ങനെ ഒരു സെറിമണി ഉണ്ട് എങ്കിൽ ഈ ടെസ്റ്റ് ഡേറ്റ് മാറ്റി വയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കുക, പകരം ആളിനെ വയ്ക്കുക എന്നുള്ളത്. കാരണം വെച്ചാൽ രാവിലെ വന്നിട്ട് പെൺകുട്ടികളും ചെറിയ കുട്ടികളും മുതിർന്നവരും എല്ലാം വന്ന് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് ഈ വെയിലത്തൊക്കെ പ്രോപ്പറായിട്ടൊരു വെയിറ്റിംഗ് ഷെഡ് പോലും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അത് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ട്. അത് ഉദ്യോഗസ്ഥ അനാസ്ഥ തന്നെയാണ്. ഉദ്യോഗസ്ഥർക്ക് ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്. സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് വേണ്ടി ഈ ടെസ്റ്റ് ഡേറ്റ് മാറ്റിവെക്കണം, ഇല്ലെങ്കിൽ മറ്റൊരു സംവിധാനം ഉണ്ടാക്കണം. അത് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടതാണ്. ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ നമ്മളെ പോലുള്ളവരെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പ്രോപ്പറായിട്ടൊരു ഇൻഫർമേഷൻ ഇല്ല. ഞങ്ങൾ വരും, എപ്പോൾ വരും, എങ്ങനെ വരും ഇല്ല. അവരൊരു നീണ്ടൊരു പ്രോസസ്സാണ്. ശരി, ഉച്ചയ്ക്ക് ശേഷമാണ്, ഉച്ചയ്ക്ക് ശേഷം ഇത്ര മണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പോയിട്ട് തിരിച്ച് ആ ടൈമിൽ വരാൻ പറ്റും. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ആ ഒരു പ്രോപ്പർ ടൈം പോലും അവർ ഷെഡ്യൂൾ ചെയ്യുന്നില്ല. യെസ്, ഇത് വളരെ കൃത്യമായൊരു പ്രതികരണമായി വേണം നമുക്ക് മനസ്സിലാക്കാൻ. അരുൺ, ഇത് നേരത്തെ നിർത്തിവെച്ചൊരു പരിപാടി ഇന്നത്തേക്ക് മാറ്റിവെച്ചതാണോ? അധികം കഴിഞ്ഞ ദിവസത്തെ പരിപാടിയിൽ ആളില്ലാത്തത് വിമർശനത്തിനിടയാക്കിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇത് മറ്റൊരു ചടങ്ങാണോ? ഇത് കഴിഞ്ഞ ആഴ്ച നടക്കേണ്ട പരിപാടിയായിരുന്നു. ആളില്ലാത്തത് കൊണ്ട് മന്ത്രി മാറ്റിവെച്ച പരിപാടിയാണ്. ഇപ്പോൾ ഇവിടെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് വന്ന ആളുകളുണ്ട്. എപ്പോ വന്നതാണ് എന്തായി? പകുതി കഴിഞ്ഞു. കാറിന്റെ ആണോ അല്ലേ? റോഡ് ടെസ്റ്റ് ആണ് ഇനി ഉള്ളത്. എന്ത് പറഞ്ഞിട്ടാ പോയവര്? പ്രോഗ്രാം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം അങ്ങനെ പറഞ്ഞു.
കഴിഞ്ഞിട്ട് ബാക്കി പറഞ്ഞ എച്ച് ഒക്കെ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. അവർ വന്നിട്ട് കണ്ടിന്യൂ ആണല്ലേ? നിങ്ങൾ പഠിക്കാൻ ക്ലാസ് ഉള്ളതാണോ അല്ല അവധി ഇതിനു വേണ്ടി എടുത്ത് വന്നതാണോ? അവധി എടുത്തു വന്നു, ക്ലാസ് ഉണ്ടായിരുന്നു. നേരത്തെ അവരുണ്ടായതിന് കുറവ് തീരേണ്ടത് ബുദ്ധിമുട്ടായി. ഇവിടെ പഠിക്കുക കുറവങ്ങണം വെയിറ്റ്. ഇന്ന് ക്ലാസ് അവധി എടുത്ത് വന്നതാണ്. അതെ, അവധി എടുത്തു വന്നു. 2 വീലറാണോ? രണ്ടും ഉണ്ടോ? രണ്ടും ഉണ്ട്. എച്ച് കഴിഞ്ഞു. എച്ച് കഴിഞ്ഞു, 8 കഴിഞ്ഞു. രണ്ടിന്റെ റോഡുണ്ടല്ലേ? അല്ല, ഇനി എച്ച് കിട്ടില്ല. 8ന്റെ റോഡുണ്ട്, ബൈക്കിന്റെ റോഡുണ്ട്. റോഡ് ടെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇതാണ് നിരവധി ആളുകൾ, വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. അവർ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഇവർ നൽകിയ സമയം വച്ച് ആ സമയത്തേക്ക് വന്നതാണ്. പക്ഷേ വരുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് മന്ത്രിയുടെ പരിപാടി വിജയിപ്പിക്കണം, അതിനുവേണ്ടി അവർക്ക് പോകണം. അങ്ങനെ അവർ പോവുകയും ഈ ആളുകൾ ഇങ്ങനെ ഇവിടെ കുടുങ്ങിക്കിടക്കുകയുമാണ്. മന്ത്രി അന്നത്തെ ആ ഒരു മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക് അവിടെ ഒന്ന് സുരക്ഷിതമായി ഇരിക്കാനുള്ള ഇടം പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അത് മാത്രമല്ല ഈ സമയമൊക്കെ വൈകുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ശൗചാലയങ്ങളിലോ ബാത്റൂമിലൊക്കെ പോകണമെന്ന് തോന്നി അതിനുള്ള സൗകര്യമുണ്ടോ എന്ന സംശയമുണ്ട്. ആ ഒരു പരിസരവും പ്രദേശവും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഒട്ടും സുഖകരമല്ലാത്ത ഫീലാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തോന്നുന്നത്. വലിയ ചൂടാണ് അഭിലാഷ്, വലിയ വെയിലാണ്. ഇവരൊക്കെ ഇപ്പോൾ ഈ തണൽ പറ്റിയിരിക്കുന്നതാണ്. രാവിലെ 6 മണിക്കും 7 മണിക്കും ഒക്കെ വന്ന ആളുകളുണ്ട്. പലർക്കും പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ടവരുണ്ട്. അവരൊക്കെ സ്വാഭാവികമായും ഈ രീതിയിൽ ഇങ്ങനെ ഉദ്യോഗസ്ഥർ വരുന്നവരെ, ജനാധിപത്യമാണ്, ജനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, അവരാണ് യജമാനന്മാർ. ഉദ്യോഗസ്ഥർ അവരെ സേവിക്കേണ്ടവരെന്നൊക്കെ ആവർത്തിച്ചു പറയുന്ന സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ ഉള്ള നാടാണ് നമ്മുടെ. അവിടെയാണ് ഇങ്ങനെ ഈ ജനങ്ങളെ വെറും പ്രജകളായി ഉദ്യോഗസ്ഥർക്ക് സൗകര്യമുള്ളപ്പോൾ വന്ന് ബാക്കി ഇവർ വെറുതെ വന്ന് ടെസ്റ്റ് നടക്കാൻ വന്നവരല്ല. പൈസ അടച്ച് അതിന് പരിശീലനം നേടി, വലിയ തുക പരിശീലനം അടച്ച് പരിശീലനം നേടി ടെസ്റ്റിന് വേണ്ടി വന്നവരാണ്. അവരാണ് ഈ രീതിയിൽ ഇവിടെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്. എപ്പോഴെങ്കിലും ഉദ്യോഗസ്ഥർ വന്ന് അവരുടെ സമയത്തിന് മന്ത്രിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവരുടെ സൗകര്യം പോലെ വന്ന് ബാക്കി ടെസ്റ്റ് നടത്തണമെന്നാണ്. അതിന് നിങ്ങൾ വിധേയരായിക്കൊള്ളാമെന്നൊരു സമീപനം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വീണ്ടും കൂടുതൽ ആളുകളുണ്ട്. രാവിലെ വന്നാന്ന് തോന്നുന്നല്ലേ? എത്ര മണിക്ക് വന്നേ? രാവിലെ ഒരു 6 മണി കഴിഞ്ഞപ്പോ. ഇന്ന് അവധി എടുത്തോ? ഇന്ന് ലീവ് എടുത്തു. ടെസ്റ്റ് പകുതി കഴിഞ്ഞു. എന്തായാലും ടെസ്റ്റ് 8 കഴിഞ്ഞു, 8 കഴിഞ്ഞു. റോഡ് ഇനി അവർ അവിടെ വന്ന് പരിപാടി കഴിഞ്ഞ് വന്നിട്ട് എടുക്കാന്ന് പറഞ്ഞു. നേരത്തെ ഈ ഷെഡ്യൂൾ നിങ്ങളുടെ ടെസ്റ്റിനോട് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ അതൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ? നമ്മുടെ മുന്നേ പറഞ്ഞത് 10 മണിക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇന്നലെ നമ്മുടെ പറഞ്ഞു 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, വരണമെന്ന് പറഞ്ഞു. ഇന്നലെയാണ് അത് ഇൻഫോം ചെയ്യുന്നത്. തീർച്ചയായും എന്തായാലും അരുൺ, അത്തരം കൂടുതൽ പ്രതികരണങ്ങൾ കൂടി തേടുക്കാൻ നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്.